ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടുള്ള നമ്മുടെ ഒരുക്കത്തിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരെയും സ്നേഹാദരവോടുകൂടി ഈ തിരുക്കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ച് ഈ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ വിചിന്തന വിഷയമായിട്ട് നൽകപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിച്ചു തുടങ്ങുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായി ഒത്തിരിയേറെ ആഴങ്ങളുള്ള ഒരു പ്രവചനാത്മകമായ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. അതിലെ ആദ്യത്തെ വചനത്തെക്കുറിച്ച് നമ്മൾ മാത്രം ഒന്ന് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം, അതിനോട് ആമേൻ പറഞ്ഞതിന് ശേഷം, ദൈവപുത്രന്റെ മാതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനലബ്ധിക്ക് ശേഷം പരിശുദ്ധ അമ്മ ആനന്ദിക്കുന്നത് കർത്താവിലാണ്. സാഹചര്യങ്ങളിലല്ല ആനന്ദിക്കുന്നത്, മറിച്ച് അത് ഒരുക്കി തന്ന ദൈവത്തിലാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് ഒരു വ്യക്തമായ ഒരു മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. മനുഷ്യന് ആനന്ദിക്കുന്നത് എന്തിലൊക്കെയാണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എപ്പോഴാണ് ഒരാൾ ആനന്ദമടയുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ തന്നെ ഇതിനോട് സമാനമായി നിൽക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യങ്ങളാണോ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ കാണിക്കുക എന്നുള്ളത് മണ്ടത്തരം എന്ന് കരുതുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇപ്പോൾ സങ്കടപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. സങ്കടപ്പെടുന്നത് ഭാഗ്യമായിട്ട് ആരും കരുതാറില്ല. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദാരിദ്ര്യത്തെ ഭാഗ്യമെന്നും കരുതാറില്ല. പക്ഷേ ഭാഗ്യമെന്ന് മനുഷ്യൻ കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സമ്പത്ത് ഭാഗ്യമെന്ന് കരുതാം, സന്താന സൗഭാഗ്യം ഭാഗ്യമെന്ന് കരുതാം, സ്ഥാനലബ്ധികൾ ഭാഗ്യമെന്ന് കരുതാം. അങ്ങനെ ഈ ഭാഗ്യമൊക്കെ മനുഷ്യൻ ഭാഗ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ സ്ഥാനമാനങ്ങൾ തേടി വരുമ്പോൾ എവിടെയാണ് നമ്മുടെ മനസ്സ് ഉടക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഒരാൾക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിക്കേണ്ടെന്നോ സമ്പത്ത് ലഭിക്കേണ്ടെന്നോ അനുഗ്രഹങ്ങൾ ഭൗതികമായതെങ്കിൽ കൂടി അത് ഉണ്ടാകണ്ടെന്നോ എന്നല്ല അർത്ഥമാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വലിയ സ്ഥാനം, ദൈവപുത്രന്റെ അമ്മയാകാനുള്ള അവസരം കൈവന്ന് ആമേൻ പറഞ്ഞു. എന്നിട്ട് അമ്മ പറയുകയാണ്, ഞാൻ ആനന്ദിക്കുന്നത് എന്തിലാണ്? ഞാൻ ആനന്ദിക്കുന്നത് എൻ്റെ കർത്താവെങ്കിലാണ്. എൻ്റെ മനസ്സ് ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് എൻ്റെ രക്ഷകനായ ദൈവത്തിലാണ്. ഇതാണ് ആ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിൻ്റെ വ്യത്യാസം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കഴിവുകൾ, സ്ഥാനമാനം, സമ്പത്ത്, ഒത്തിരിയേറെ കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടാകാം. ഇത് നൽകിയവനിലേക്കാണ് മനസ്സുയർത്തേണ്ടത്, കരമുയർത്തേണ്ടത്, മനസ്സുയർത്തേണ്ടത് നൽകിയവനിലേക്കാണ്. എല്ലാം നൽകിയവനിലേക്ക് കരമുയർത്തി നന്ദി പറയുക എന്നുള്ളതാണ് യഥാർത്ഥമായ മനോഭാവം എന്നാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ നമ്മോട് വിളിച്ചു പറയുന്നത്. നൽകപ്പെട്ടതിൻ്റെ എല്ലാം പ്രത്യേകത അതെല്ലാം നശ്വരമായ കാര്യമാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ കൈവിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമ്മൾ യാത്രയാവുകയോ ചെയ്യേണ്ടി വരും. ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ നേട്ടങ്ങളുടെയും എല്ലാ സ്ഥാനങ്ങളുടെയും പ്രത്യേകത അതാണ്. ഒന്നുകിൽ ഇവ നമ്മളെ കൈവിടും, അല്ലെങ്കിൽ ഇവയെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ യാത്ര പറഞ്ഞു പോകേണ്ടി വരും. പക്ഷെ കൈവിടാത്ത ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തമ്പുരാൻ കൈവിടാത്തവൻ, വാക്കിന് വിശ്വസ്തതയുള്ളവൻ, അത് ദൈവമാണ്.
കണ്ണുകൾ ഉയർത്തേണ്ടത് കർത്താവിലേക്കാണ്, സൃഷ്ടിയിലേക്കല്ല. സ്രഷ്ടാവിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറയുവാൻ കഴിയുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ അന്തസത്ത. ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. നൽകപ്പെട്ടിരിക്കുന്ന ഒരുപാട് നന്മകൾ നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക്. ഈ നൽകപ്പെട്ട നന്മകളെക്കുറിച്ച് നന്മകളിലേക്കല്ല കണ്ണുടക്കേണ്ടത്, തന്നവനിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ
കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.